ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഇതിൽ നിങ്ങൾക്കായി ഒരു മെസ്സേജ് കരുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം യൂണിവേഴ്സ് ഈ ഒരു സമയം എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ദ മൂൺ, കിങ് ഓഫ് സോഡ്സ്, ഫൈവ് ഓഫ് സോഡ്സ്, ടു ഓഫ് കപ്സ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലരെങ്കിലും അവരുടെ ലൈഫിൽ ഏതോ ഒരു കാര്യത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ പുറകെ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് തന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവാം, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഒരു സൈഡ് അവർ കാണാതെയാണ് അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ അതിനെക്കുറിച്ച് അവർ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു അൺസർട്ടനിറ്റിയിലായിരിക്കാം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്തിലാണോ ഡെഡിക്കേറ്റ് ആയിരിക്കുന്നത് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു വ്യക്തതയില്ലായ്മയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിവില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുക. അതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു ധാരണ വരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ്, ആർഗ്യുമെൻറ്റ്സ്, ഈഗോ പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം അകന്നു നിന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റീയൂണിയൻ സംഭവിക്കാനായിട്ട് പോകുന്നു. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെല്ലാം പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു റീകൺസിലേഷനിലെങ്കിലും കോൺഫ്ലിക്റ്റിന് മുകളിലായിട്ട് ഈ ഒരു കണക്ഷൻ നോക്കിക്കാണാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കണക്ഷന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ.